വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ഭരണസമിതിക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ NA മുബാറക്ക് ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ഭരണസ്തംഭനത്തിനെതിരെ CPM പ്രതിഷേധം. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും അഴിമതിക്കുമെതിരെ CPIMന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഫെബ്രുവരി 10 രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തുകയാണ്. ഇതിനാധാരമായ വിഷയം വണ്ടൂരിലെ പൊതുസമൂഹത്തിന് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള വിഷയമാണ്. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി മുഴുവൻ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദികളാവട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന UDFിലെ മെമ്പർമാർ തമ്മിലുള്ള പഠനപ്പിണക്കത്തിൻ്റെയും ചേരിപ്പോരിൻ്റെയും ഭാഗമായി ഉണ്ടായിരുന്നതാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പുതിയ സാഹചര്യം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. 5 കോൺഗ്രസ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിക്കെതിരെ കലക്ടർക്ക്, DPCയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി സമർപ്പിക്കുന്നു. തുടർന്ന് അതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ ഓംബുഡ്സ്മാന് പരാതി കൊടുത്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള പദ്ധതി നിർത്തിവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ ഭരണസ്തംഭനമാണ് ഇതിൻ്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്കിനകത്തുണ്ടായിട്ടുള്ളത്. 6 ഗ്രാമപഞ്ചായത്തുകളിലായി താമസിക്കുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. 6 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിക്കേണ്ട വികസന പദ്ധതികൾ മുടങ്ങുന്നു. ആ വികസന പദ്ധതികൾ മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. UDFിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതുവരെ ഒരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വം അറിയാതെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ സാധ്യതയില്ല. പരാതിക്കാരൻ, ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയ ആൾ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനല്ല. അദ്ദേഹം DCCയുടെ സെക്രട്ടറി കൂടിയാണ്. DCC സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൻ്റെ മുഴുവൻ മെമ്പർമാരും ചേർന്നുകൊണ്ട് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെ പരാതി പോകില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇവർ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസോ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി വണ്ടൂരുകാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ദീർഘകാലമായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ്, അതിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകാൻ പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള പദ്ധതിയിൽ 31 ലക്ഷം രൂപ ഡയാലിസിസ് യൂണിറ്റിനും 21 ലക്ഷം രൂപ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ തെറാപ്പി സെൻ്ററിനും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഈ പണം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഓംബുഡ്സ്മാനിൽ നൽകിയ പരാതി അതിന് പ്രതിസന്ധിയാണ്, പ്രതിബന്ധമാണ്. അപ്പോൾ ഫലത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. അത് ആവശ്യപ്പെട്ടുകൊണ്ട്, അതേപോലെ ഭരണസ്തംഭനത്തിനും അവിടെ നടക്കുന്ന അഴിമതിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ 10 രാവിലെ 10 മണിക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ച് നടക്കുകയാണ്. പരാതി നൽകിയ NA മുബാറക്ക് കോൺഗ്രസ് DCC സെക്രട്ടറിയും UDF ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ആ നിലയ്ക്ക് ഉന്നയിച്ച പരാതികൾ ഞെട്ടിക്കുന്നതും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ മുടങ്ങിപ്പോകുമെന്ന ആശങ്കയും ഉണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ളവ ഇതോടെ മുടങ്ങാനിടയുണ്ട്.
ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട 9 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കെതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടേത് വികസന വിരുദ്ധ നയമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ, MT അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.